വീടി ഇപ്പോഴും ഇവിടെ പലയിടത്തും ഇല്ലാത്തൊരു സാധനം മുറുക്കാനുണ്ട്. മുറുക്കാൻ ഇവിടെ വളരെ സജീവമാണ്. 2 കടയിലേ ഉള്ളൂ. അത് പലയിടത്തുനിന്ന് ആളിവിടെ വരുന്നുണ്ട്. ബീഡിയില്ല, സിഗരറ്റായി. പിന്നെ സിഗരറ്റൊക്കെ ഇപ്പൊ കുറഞ്ഞു. അതിനേക്കാൾ വലിയ സാധനങ്ങൾ ജംഗ്ഷനിലൊക്കെ നോക്കി ബീഡി വലിച്ചിട്ട് ബാക്കി നമ്മളീ പോസ്റ്റർ എഴുതുന്നതിന് ബീഡി കുറ്റിക്കൊണ്ടാണ് പോസ്റ്റർ മഷിക്കട്ട വാങ്ങിയിട്ട് അവിടുന്ന് മഷിക്കട്ട വാങ്ങിയിട്ട് കലക്കിയിട്ട് ബീഡി കുറ്റി എടുത്തിട്ടാണ് യാതൊരാഞ്ജലി. പെട്ടെന്ന് ഒരാൾ മരിച്ചു എന്നാ ബീഡിക്കുട്ടി കൊണ്ട് മഷി പേരിട്ട് ആദരാഞ്ജലി എഴുതിയിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. 10-30 വർഷം. ഞങ്ങളങ്ങനെ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാലങ്ങൾ കാണാം അല്ലേ? ശരി. അപ്പോൾ ഒറ്റശേഖരമംഗലത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്കുള്ള വഴിയിലാണ് നമ്മൾ കീഴാറൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. കീഴാറൂർ എന്ന പേര് കേട്ടപ്പോൾ എങ്ങനെയാണ് ആ പേരുണ്ടായത്? എല്ലാവർക്കും കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഇവിടെ നവീന ഗ്രന്ഥശാല, ഇവിടുത്തെ കീഴാറൂർ ഒരു ഗ്രന്ഥശാലയാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ അംഗത്വമുള്ള ഒരു ഗ്രന്ഥശാലയാണ്. അവിടെ എൻ്റെ മുന്നിൽ കുറച്ച് പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരോടൊപ്പം ഇരുന്ന് അല്പസമയം സംസാരിച്ചാൽ. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. സോമൻ, സുകുമാരൻ, എൻ്റെ സജയൻ, കുട്ടപ്പൻ. അല്ല, കുട്ടപ്പനായിട്ടിരിക്കുന്നു. ശരി. അപ്പോൾ ഈ കീഴാറൂർ എന്നുള്ള പേരെങ്ങനെ വന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം. ഈ 6 താഴെയുള്ളതിൻ്റെ പേര് കീഴേ ആറ് ഉള്ള ഊര് കീഴാറൂർ. അപ്പോൾ 6 എവിടെയാണ്? 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ കഴിയുമ്പോൾ 6. അവിടെ 6 ഉണ്ടല്ലേ? അവിടെയും ആ സ്ഥലത്തിനെ അറിയപ്പെടുന്നത് കീഴാറൂർ എന്നാണ്. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെയും കീഴാറൂരുണ്ട്. അത് കാട്ടാക്കട കീഴാറൂരും ഇത് നെയ്യാറ്റിൻകര കീഴാറൂർ. ഓ, അങ്ങനെ ഉണ്ട്. ശരി. ഞങ്ങളിപ്പോൾ കുറ്റിയായണിക്കാട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹം വന്ന മഹാരാജാവ് അവിടെ വന്നിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ. അതെ. അപ്പോൾ ആയണിക്കാടായിരുന്നു, അങ്ങനെ ആ പേര് വന്നു എന്നൊക്കെ ഉള്ളതാണ് അവിടെ നിന്ന് കിട്ടിയൊരു പേര്. അത് ശരിയായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ കീഴാറൂരിൻ്റെ വേറെ പ്രത്യേകതയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതകൾ അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള വേറെ പ്രത്യേകതകളൊന്നും കീഴാറൂരിനെ സംബന്ധിച്ചിട്ടില്ല. പിന്നെ തൊട്ടടുത്തൊരു പഴിഞ്ഞിപ്പാറയുണ്ട്, അതൊരു ഐതിഹ്യമാണ്. ഈ പണ്ട് ഭീമൻ കുടിച്ച പഴിഞ്ഞിയിൽ കല്ല് കിടന്നു വന്നും അതാണ് പഴിഞ്ഞിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഐതിഹ്യമുണ്ട്. യാതൊരു വസ്തുതയില്ലാത്തതാണ്. അതാണ് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു പ്രത്യേകത. നമുക്ക് നെയ്യാറ് ഈ കീഴാറൂരിനെ കൂടെയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ദക്ഷിണ മൂകാംബിക എന്നാണ് ആ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത്. അതൊരു തമിഴ് കൾച്ചറിലുള്ള ഒരു ക്ഷേത്രമാണ്. തമിഴ് കൾച്ചറിലുള്ള ക്ഷേത്രമാണ്. നമ്മുടെ സാധാരണ ഇവിടുത്തെ മുടിപ്പര പോരല്ല, തമിഴ് കൾച്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. ഒരു വലിയ ക്ഷേത്രമാണ്. പൊതുവെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ ആളും അനക്കവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ എത്ര കാലമായിട്ടുണ്ടാകും ഇത് ഇങ്ങനെ ഒരു വലിയ ഒരു ജംഗ്ഷൻ പോലെയൊക്കെ ഒരു ഡെവലപ്പായിട്ട്? ഒരു 20 കൊല്ലത്തിനിപ്പുറം. അതിന് മുമ്പൊരു നാട്ടിൻപുറത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു. ഗ്രാമപ്രദേശം. ഗ്രന്ഥശാല കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട്. അതെ. ഈ ഗ്രന്ഥശാലയ്ക്ക് ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകമായിട്ട് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഏകദേശം 10-50 വർഷക്കാലത്തെ ചരിത്രമുണ്ട് നമ്മുടെ ഈ ഗ്രന്ഥശാലയ്ക്ക്. 74 രൂപീകൃതമായ ഗ്രന്ഥശാലയാണ്. 50 വർഷം എന്ന് പറയാം. ആ കാലമായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് സാഹിത്യമായിട്ടും ഭക്ഷണങ്ങളുമായിട്ടും ബന്ധം. ഇപ്പോൾ ഈ വേറെ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നവർ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. PSCയുടെ കോച്ചിങ് ഉണ്ട് കുട്ടികൾക്ക്. ഗ്രന്ഥശാല ലൈബ്രറി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 7 മണി വരെയാണ് സമയം. ശരി. വൈകുന്നേരം. അപ്പോൾ ഇവിടെ കലാപ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടെ പിന്നെ സർക്കാർ സ്കൂളുണ്ട്. അത് നല്ല നിലയിൽ പോകുന്ന ഒരു സ്കൂളാണ്. ഈ ഒരു നാട് വളരുന്ന ആ പ്രദേശത്ത് ഒരു ഗ്രന്ഥശാലയും കൂടെ ചേർന്നിട്ടുള്ളൊരു വളർച്ചയാണ്. കാരണം ലോകത്തെ അറിയുന്നത് പണ്ട് ഈ പുസ്തകങ്ങളിലൂടെ അറിയാൻ പറ്റുള്ളായിരുന്നു, ഈ മൊബൈൽ വരുന്നതിന് മുമ്പ് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിന് എത്രമാത്രം നിങ്ങളുടെയൊക്കെ ഒരു വളർച്ചയിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? ഇവിടെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ സംഭാവന ചെയ്ത ഒരു സ്ഥാപനമാണ്. 100 കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർ ഉണ്ടായത് ഈ ഗ്രന്ഥശാലയുടെ ഭാഗമായിട്ടാണ്. പിന്നെ വായന, ഒരുപാട് കവികളും സാഹിത്യകാരന്മാരും എല്ലാം ഉണ്ട്. അവിടെ ഈ SC ഫൈനാൻസ് എന്ന് പറഞ്ഞ അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന സാറ് ഒരു പ്രമുഖനായ കവിയാണ്. സർക്കാർ ജീവനക്കാരനായി റിട്ടയർ ചെയ്ത ആളാണ്. ഈ ഗ്രന്ഥശാലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അധികം സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്തൊരു കക്ഷി ഇവിടെ ആണോ? നമ്മൾ പോയി ചമ്മു ചോദിക്കണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടും കൂടെ പോകാം. വളരെ സന്തോഷം നിങ്ങൾക്ക് കണ്ടാലും. കുട്ടപ്പൻ,
കുമാരൻ ചേട്ടാ, പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഈ കോച്ചിങ് സെൻ്ററുകളെ ആശ്രയിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വർക്കും പോയിട്ട് നമ്മുടെ ഗ്രന്ഥശാലയിൽ നേരത്തെ ഈ കോച്ചിങ് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് കുട്ടികളെ കവിത ജോലിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അതെ അതെ, കവിതകളൊക്കെ എഴുതാറുണ്ട്. ഞാൻ എഴുതാറുണ്ട്. 2 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെറിയ അവാർഡുകളൊക്കെ കിട്ടി. സാറിന് പേര് വരുന്നത് കീഴാറൂർ സുഖു എന്നാണ്. കീഴാറൂർ സുഖു. അപ്പോൾ സാഹിത്യവാസന എനിക്ക് വന്ന് ഈ ഗ്രന്ഥശാലയിലേക്കൂടെ വായനയിലൂടെയാണോ വാസന? ഞാൻ ഗ്രന്ഥശാലയുടെ ലൈബ്രറിയനായിരുന്നു, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, നേരത്തെ താലൂക്ക് കമ്മിറ്റി മെമ്പറായിരുന്നു. ശരി ശരി. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പിന്നെ അയ്യപ്പണിക്കർ ഫൗണ്ടേഷൻ്റെ മെമ്പറാണ്. ശരി. നമ്മുടെ സച്ചിദാനന്ദ മാഷാണ് എൻ്റെ പ്രസിഡന്റ്. എന്തായാലും സാഹിത്യമായിട്ടും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ടും സജീവമായിട്ടുണ്ട്. ശരി, എൻ്റെ ഒരു ചോദ്യം, ഈ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ ഗ്രന്ഥശാലകൾ പണ്ടത്തെ പോലെ സജീവമാണെങ്കിലും വായന അത്ര സജീവമാണോ? അല്ല, വായന സജീവമല്ല. വായനശാലയിൽ വർഷം തോറും പുസ്തകങ്ങൾ ഇങ്ങനെ കെട്ടുകണക്കിന് വാങ്ങിക്കൊണ്ട് വയ്ക്കാറുണ്ട്. പുതിയ ആളുകളൊന്നും വായിക്കില്ല. പുതിയ ആളുകൾക്കും ഒരു കുട്ടികൾക്ക് തന്നെ മൊബൈലുള്ളത് കൊണ്ട് ഇ റീഡിങ് സാധ്യമാണ്. അപ്പോൾ വായനശാല നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ ട്രെയിനിലിരിക്കുമ്പോഴൊക്കെ വായിക്കാനുള്ള സൗകര്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളെ ഗ്രന്ഥശാലയുമായിട്ട് അടുപ്പിക്കുക. അപ്പോൾ അത് സ്കൂളും ഗ്രന്ഥശാലയുമായിട്ടൊരു ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ ഇങ്ങനെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികൾക്ക് പുസ്തകം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമ്പ്രദായവും ശരിയല്ല ഗ്രന്ഥശാലകളാണ്. കാരണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുസ്തകം തന്നെ വായിക്കട്ടെ. അപ്പോൾ ഇതിന് മാത്രമേ വായനയിലേക്ക് വരാൻ പറ്റും. നമ്മളെ കൊച്ചിലെ കാലത്ത് വായിച്ചിരുന്ന മുട്ടത്തോർക്കിയുടെയും കാലമീതിയുടെയും പങ്കിളി എന്ന് പറയപ്പെടുന്ന കഥകളാണ് വായിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ വായനയിലേക്ക് വരുന്നത്. നമ്മൾ വായനയിൽ ഇഷ്ടം തോന്നാൻ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വായിച്ചു തുടങ്ങണമല്ലോ. ചില ഡിറ്റക്റ്റീവ്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടത് വായിക്കും. പിന്നീടാണ് നമ്മൾ ഇതിലേക്ക് തിരിയുന്നത്. നമ്മൾ പിന്നെ ഒരു വേറൊരു തരത്തിലേക്ക് സീരിയസ് ആയിട്ട് പോകണമെങ്കിൽ സീരിയസ് വായനയിലേക്ക് അത് സ്വയം തീരുമാനിച്ചു. അപ്പം വായന ഉണ്ടെങ്കിലല്ലേ പിന്നെ സീരിയസ് ആയിട്ടുള്ള വായനയ്ക്കുള്ള പ്രശ്നം. അപ്പം അങ്ങനെ നിങ്ങൾ ഈ കീഴാറൂർ എന്ന സ്ഥലത്തിനെ കുറിച്ച് സാറ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? കീഴാറൂർ എന്ന പ്രദേശത്തെ കുറിച്ച് സാർ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? സാറിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? കീഴാറൂർ നല്ലൊരു പ്രദേശമാണ്. ഒരുപാട് ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, സർവ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഒരു പ്രദേശമാണ്. പൊതുവെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. അതെ അതെ, അതിന് കുഴപ്പമൊന്നുമില്ലാത്തവരുണ്ട്. ഒരു മാർക്കറ്റുണ്ട്, അടുത്തൊരു ഗ്രന്ഥശാലയുണ്ട്. പിന്നെ പണ്ടത്തെ പോലുള്ള ജനബാഹുല്യം ജംഗ്ഷനിൽ കുറവാണ്. പണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല ആളുവാനൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു കാരണം ഈ അന്തിച്ചന്ത ഉണ്ടായിരുന്നു. ഇപ്പൊ ചന്തയില്ല. ചന്തയുണ്ട്, രാവിലെയാണ്. അന്തിച്ചന്തയില്ല. പണ്ട് അന്തിച്ചന്ത ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആൾക്കാർ വൈകുന്നേരം വാങ്ങിക്കാനും. അന്ന് കുറച്ചുകൂടെയൊക്കെ ദാരിദ്ര്യമുള്ള കാലഘട്ടമാണ്. സൈക്കിൾ ചവിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സൈക്കിൾ ചവിട്ടിറങ്ങിയില്ലേ, സൈക്കിളൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ കാലത്ത് വൈകുന്നേരം ലാലമുടി, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു തനി നാട്ടിൻപുറത്തിന് എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതെ, തനി നാട്ടിൻപുറം തന്നെ. ഇതിന്റെ താഴെയാണ് ആറ്, അപ്പുറത്ത് ചാനലാണ്. ഇവിടെ പഴഞ്ഞിപ്പാറയുണ്ട് അപ്പുറത്ത്. പഴഞ്ഞിപ്പാറ ഉണ്ടില്ലേ? പഴഞ്ഞിപ്പാറയിലേക്ക് പോയില്ല. പഴഞ്ഞിപ്പാറ എന്ന് പറഞ്ഞപ്പെട്ട് ഭീമൻ പഴഞ്ഞു കുടിച്ചപ്പോൾ കല്ലെടുത്തിട്ട് പാറയാണെന്ന് പറയുന്നത്. പറയുമ്പോഴാണ് പഴഞ്ഞിപ്പാറ വലിയ പാറയാണ്. ഇവിടെ നോക്കിയാൽ കാണാം. അതിന്റെ മണ്ടയിലൊക്കെ നമ്മൾ കയറി പോയി. ഊരെന്ന് പറയുന്നത് നമ്മുടെ തമിഴ് ടച്ചുള്ള വാക്കാണ്. അതെ അതെ, ഒരുപാട് ഊരുകളുണ്ട്. കീഴാറൂര്, ആനാവൂര്, ചെമ്പൂരിന് ആ പേര് വന്ന് എങ്ങനെയാണെന്നുള്ള പിടി അതറിയില്ല. അത് നമ്മൾ ഇതിന്റെ അപ്പുറത്ത് തമിഴാണ്. ഈ അമരവളയൊക്കെ കഴിയുമ്പോൾ തന്നെ തമിഴ്നാടിന്റെ ബോർഡറായി. അതുകൊണ്ട് അതിന്റെ ഒരു സ്വാധീനമുണ്ട്. സംസാരവും അങ്ങനെയാണ്. അണ്ണൻ, തമ്പി, അക്ക എന്നൊക്കെയാണ് പണ്ട് ആൾക്കാർ വിളിക്കുന്നത്. തമിഴ് ടച്ചുള്ള വാക്കാണ്. അപ്പൊ അത് പിന്നീട് അതുപോലെ വസ്ത്രധാരണ രീതി പണ്ടുള്ള നമ്മളിങ്ങനെ തലക്കെട്ട് പല ആളുകള് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ഈ കല്യാണത്തിലൊക്കെ തലക്കെട്ട് അത് പണ്ട് അവിടുന്ന് വന്നതാണ് ആചാരങ്ങൾ. ഇപ്പോഴും ഉണ്ടത്. ഈ കല്യാണത്തിന് ഇങ്ങനെ തലയിലേക്ക് കെട്ടി. അപ്പൊ പഴയ ആൾക്കാരെ ഇങ്ങനെ കൃഷിക്കാരൊക്കെ കൂടുതലും തലയിൽ അവര് ഷർട്ടൊന്നും ഇടില്ല. എന്റെ ഓർമ്മയില്ല, കൊച്ചുകാണ്. ഇവിടെയൊക്കെയാണ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാർ തോർത്ത് ഇട്ടോട്ട് തലക്കെട്ടൊക്കെ കൊണ്ടുവരുന്നത്. കീഴാറൂർ വഴി സഞ്ചരിച്ചു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കാണാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ആളുകളുമായിട്ട് നാളെയും കാണാം.